അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അർശിന്റെ തണൽ നൽകി അല്ലാഹു നമ്മെയും അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തു നിന്ന് മരിച്ച് നാളെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ സർവചരാചരങ്ങളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസമുണ്ട്. ആ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലത്തിൻ്റെ പേരാണ് പ്രിയപ്പെട്ടവരെ മഹ്ശറ. നാളെ നമ്മളെ മഹ്ശറയിൽ അള്ളാഹു കൊണ്ടുവരും. അതാണ് സൂറെന്ന കാഹളത്തിൽ ഊതുന്ന മലക്ക് ഊതുമ്പോൾ ഈ ലോകം അവസാനിക്കുന്നു. രണ്ടാമത് ഊതുമ്പോൾ എല്ലാവരും വീണ്ടും അതാ അവരുടെ ഖബറുകളിൽ നിന്ന്, അവരുടെ മാളങ്ങളിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേറ്റ് വരും. പുനർജീവിതം. അങ്ങനെ എല്ലാ മനുഷ്യന്മാരെയും മഹ്ശറ എന്ന മൈതാനിയിലേക്ക് ഒരുമിച്ച് കൂട്ടും. ആ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുകയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും അതിലുണ്ട്. ജിന്നുകളുണ്ട്, മലക്കുകളുണ്ട്, സകല സൃഷ്ടികളും. അല്ലാഹ് അല്ലാത്ത എല്ലാ സൃഷ്ടിജാലങ്ങളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടും. ആ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ സൂര്യൻ ഉദിച്ചിട്ട് വിയർപ്പിൽ മുങ്ങുന്നൊരു ദിവസമാണ്. ആ ദിവസത്തിൽ സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അല്ലാഹുവിൻ്റെ അർശിൻ്റെ പ്രത്യേകമായ കരുണയുടെ ആ തണലല്ലാതൊരു തണൽ ലഭ്യമല്ലാത്ത മഹ്ശറ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നല്ല ചൂടുള്ള സമയത്ത്, നല്ല വെയിലത്ത് നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ, കുറേ അകലം സഞ്ചരിച്ചപ്പോൾ ചെറിയ ഒരു തണൽ നമുക്ക് ലഭിച്ചാൽ അതിൽ കിട്ടുന്ന ആശ്വാസം എത്രയാണ്. ഒരു മരുഭൂമിയിലൂടെ നമ്മൾ സഞ്ചരിച്ചു, ചൂടുകൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കുറേ അകലെ നടന്നപ്പോൾ ചെറിയ ഒരു ഷെഡ് അല്ലെങ്കിൽ ചെറിയൊരു വൃക്ഷത്തണലെങ്കിലും നമുക്ക് ലഭിച്ചാൽ എത്ര ആശ്വാസമാണ്. എന്നാൽ അതിനേക്കാൾ കഠിനമായ ചൂടത്ത് അർശിൻ്റെ തണൽ കിട്ടുക എന്നത് മഹാഭാഗ്യമാണ്. അല്ലാഹു അത് നമുക്ക് നൽകുമാറാകട്ടെ. 7 വിഭാഗത്തെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത്. അതിൽ ഒന്നാമത് ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി. ഏത് ഭരണരംഗത്തും നാം ഭരണമേറ്റെടുക്കുമ്പോൾ അവിടെ നമുക്ക് നീതി പുലർത്താൻ സാധിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടവരായി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ടാണ് ഇമാമുൻ ആദിലുൻ എന്ന് പറഞ്ഞത്? ആദിലായ ഇമാമാവുക എന്നത്, നേതൃത്വമാവുക എന്നത്, ഭരണീയനാവുക. ഭരണം ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായി അവൻ്റെ മനസ്സിന് മാറ്റങ്ങൾ ഉണ്ടാകും. അവൻ സ്വേച്ഛാധിപതിയായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തൻ്റെ ഭരണീയരെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള, അവർക്ക് കിട്ടേണ്ടുന്ന നീതികൾ മുഴുവനും ലഭ്യമാകും വിധത്തിൽ നീതി പുലർത്തിയിരിക്കണം ഭരണാധികാരികൾ. അത്തരം നല്ല ഭരണാധികാരികളെ കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഭരണങ്ങൾ ഏറ്റെടുക്കാൻ മത്സരിക്കുന്നവർ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. നമ്മുടെ ആഖിറത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാവണം. യുവത്വം വലിയൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് വിശദമായി ഇപ്പോൾ നമുക്ക് പറയാൻ സാധ്യമല്ല. ആ യുവത്വത്തെ അല്ലാഹുവിൻ്റെ ഇബാദത്തിലായി കഴിച്ചുകൂട്ടിയാൽ, യുവത്വം എന്ന് പറയുന്നത് അല്ലാഹു തആല തരുന്ന വലിയൊരു അനുഗ്രഹമാണ്. ആ യുവത്വകാലം അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി, ദീനിൻ്റെ ഖാദിമായി, ദീനിൻ്റെ പ്രചാരകനായി, ദീനിൻ്റെ ഖാദിമീങ്ങളെ സഹായിക്കുന്നവനായി, അത്തരം ഇബാദത്തുകളിലായി, സുന്നത്ത് നിസ്കാരങ്ങളും ഫർദ് നിസ്കാരങ്ങൾക്ക് പുറമേ ധാരാളം സുന്നത്തുകൾ നിസ്കാരങ്ങളായും മറ്റു സുന്നത്തുകളും വർദ്ധിപ്പിക്കുന്നവനായി മാറണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവന് അർശിൻ്റെ തണലുണ്ട്. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസ്ജിദി ഇദാ ഖറജ മിൻഹു ഹത്താ യഊദ അലൈഹി. മറ്റൊരു വിഭാഗം അവൻ്റെ കൽബ് പള്ളിയുമായി സദാ ബന്ധിപ്പിച്ചിരിക്കുകയാണ്.
അള്ളാഹുവിനോട്, അള്ളാഹുവിൻ്റെ പള്ളിയോട് വലിയ മഹബ്ബത്താണ്. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു മടങ്ങുന്നത് വരെയും പള്ളിയുമായുള്ള ബന്ധം വിച്ഛേദിക്കാതെ ഹൃദയം പള്ളിയുമായി ബന്ധിച്ചിടുന്ന മനുഷ്യന് നാളെ അർശിൻ്റെ തണലുണ്ട്. അതുപോലെ തന്നെയാണ് വറജുലാനി തഹാബ്ബാ ഫില്ലാഹി ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. രണ്ട് ആളുകൾ അള്ളാഹുവിൻ്റെ മഹബ്ബത്തിലായി സ്നേഹിക്കുകയും മഹബ്ബത്തിലായി പിരിയുകയും ചെയ്യുക എന്നത്. മറ്റു ദുന്യവിയായ നേട്ടങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ വേണ്ടി മഹബ്ബത്ത് വെക്കുന്ന ധാരാളം ആളുകളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അധികാരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മഹബ്ബത്ത് വെക്കുന്നവരുണ്ട്, സമ്പത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അങ്ങനെ തുടങ്ങി ദുന്യവിയായ പല നേട്ടങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് പല ആളുകളും ഫേമസ് ആകാൻ വേണ്ടി ഫേമസായ ആളുകളെ മഹബ്ബത്ത് വെക്കുന്നവരുണ്ട്. അങ്ങനെ അത്തരം നിലയ്ക്കുള്ള ദുന്യവിയായ ഒരു ചിന്താഗതിക്കുമല്ല അള്ളാഹുവിൻ്റെ മഹബ്ബത്തിലായി സ്നേഹിച്ച രണ്ട് കൂട്ടുകാർ, അവർക്ക് നാളെ അർശിൻ്റെ തണലുണ്ട്. നമ്മുടെ കൂട്ടുകാരെ കുറിച്ച് നമ്മൾ കൃത്യമായി ബോധ്യമുള്ളവരാകണം. അതുപോലെ തന്നെ സുന്ദരിയും കുടുംബ മഹിമയുമെല്ലാമുള്ള ഒരു പെണ്ണ് തൻ്റെ ആഗ്രഹത്തിലേക്കായി അവനെ ക്ഷണിച്ചാൽ, അഥവാ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചാൽ, ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയുന്നവൻ തെറ്റിലേക്ക് ആളുകൾ വിളിക്കുമ്പോൾ, ഒരു പെണ്ണിനെ സൗകര്യപ്രദമായി എല്ലാ നിലയ്ക്കും അവന് സൗകര്യം കിട്ടിയാലും അവൻ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അതിൽ നിന്ന് പിന്മാറിയാൽ നാളെ അർശിന്റെ തണൽ ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതേ പ്രണയത്തിന്റെ പേരിൽ ഇന്ന് ഇസ്ലാമിനെ വിട്ടെറിഞ്ഞു പോകുന്ന കാലഘട്ടമല്ലേ? പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നാളെ അർശിന്റെ തണൽ വേണമോ? അള്ളാഹുവിനെ ഭയപ്പെടണം. ഇന്നി അഖാഫുല്ലാഹ് എന്ന് പറയാൻ കഴിയണം. അള്ളാഹു നമുക്കതിന് ഈമാൻ നൽകുമാറാകട്ടെ. അടുത്തൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ വറജുലുൻ ദക്കറല്ലാഹു ഖാലിയാ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കും. പലപ്പോഴും കൂട്ടത്തിലും മജ്‌ലിസിലും ഒക്കെ നമുക്ക് അത്തരം വിഷയങ്ങൾ ഓർക്കാനും ചർച്ച ചെയ്യാനും കഴിയുമെങ്കിൽ, എന്നാൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരിക, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുക, അള്ളാഹുവിൻ്റെ അധികാരത്തെക്കുറിച്ച് ഓർമ്മ വരിക, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഓർക്കാൻ കഴിയുക, അത് മഹാഭാഗ്യമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഓർത്ത് കരയാൻ കഴിയുക. അവൻ്റെ കണ്ണുകൾ സജലമായി കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ ഓർത്തിട്ട് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ദുനിയാവിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ, പദവികൾ, വിദ്യാഭ്യാസങ്ങൾ, പല കാര്യങ്ങളും ഓർത്ത് കരയുന്ന നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നന്ദി ചെയ്യുന്നില്ലല്ലോ എന്നോർത്ത് നമുക്ക് കുറ്റബോധം കൊണ്ട് ഒരുറ്റി കണ്ണുനീർ നമുക്ക് വരുത്താൻ സാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അങ്ങനെ അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവർക്കാണ് നാളെ അർശിൻ്റെ തണൽ കിട്ടുന്നത്. അതുപോലെ തന്നെ അടുത്തത് വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ, സദഖ നൽകുകയാണ്. ആ സദഖ നൽകുമ്പോൾ വലത് കൈ കൊടുത്താൽ ഇടത് കൈ അറിയില്ല. ആ വിധത്തിൽ ഒരു ലോകമാന്യതയും ആഗ്രഹിക്കാതെ, മറ്റുള്ളവരുടെ പ്രശംസ ആഗ്രഹിക്കാതെ, മറ്റുള്ള പാവങ്ങളെ സഹായിക്കുന്ന ഒരു പ്രകൃതി, അത്തരം നല്ല ഒരു സ്വഭാവമുണ്ടോ? നമ്മൾ ചെയ്യുന്ന സ്വതക്കകളെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെന്ന, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഇതിനേക്കാൾ വലുത് നമുക്ക് ലഭിക്കുമെന്ന ഈമാനോടുകൂടി, വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ നിലയ്ക്കുള്ള ആളുകൾക്കാണ് നാളെ അർശിൻ്റെ തണൽ കിട്ടുന്നത്. നമ്മളുടെ മജ്‌ലിസിൻ്റെ പേരും അർശിൻ്റെ തണൽ എന്നാണ്. നമ്മളോടൊപ്പം കൂടിയവർക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കുമെല്ലാം അള്ളാഹു അർശിൻ്റെ തണൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.